നമ്മുടെ BSFന്റെ HCM അതുപോലെ തന്നെ ASI ബാച്ച് 2 PDF ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഫിസിക്കൽ നടന്നത് ആദ്യം നോട്ടിഫിക്കേഷൻ വിളിക്കുന്നു, അതിനുശേഷം ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നു. ഇനി എക്സാം ആണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതും ഫിസിക്കൽ നടന്നതും എക്സാം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തിൽ എക്സാം ഉണ്ട്, നടക്കാൻ പോകുന്നതും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ നമ്മൾ PDF 1 അതായത് ബാച്ച് 1 നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പരീക്ഷ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബാച്ച് 2 കുറച്ച് കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ബാച്ച് 2 നമ്മൾ നിലവിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെ കാണാൻ സാധിക്കും HCM ആൻഡ് ASI, അതായത് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ അതുപോലെ തന്നെ ASI നമ്മുടെ ഓൺ ആയിട്ടുള്ള PDF ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യവും കാര്യങ്ങളും. ഇതൊക്കെ നമ്മൾ സിലബസ് വ്യക്തമായിട്ടുള്ള മറ്റൊരു സിലബസ് PDF ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. ആദ്യം ഇംഗ്ലീഷാണ് വരുന്നത്, ആദ്യം സ്പോട്ട് ദി എറർ, ഒരു ക്വസ്റ്റ്യൻ വരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസ് കൊടുക്കുന്നു, ശരി ഉത്തരം ഏതാണെന്ന് പറയുന്നു, അതുപോലെ തന്നെ എന്തുകൊണ്ടാണുള്ളതെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും താഴെയായിട്ട് നൽകുന്നുണ്ട്. അതുപോലെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലിറിക്കൽ ആപ്റ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ക്ലിറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുറച്ചധികം കുട്ടികൾക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അറേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളതിൻ്റെ ക്ലിറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ അത് വന്നു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ സ്മോളർ എക്സ്പ്ലനേഷൻ കൊടുത്തത് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോന്നായിട്ട് ക്ലിറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ചോദ്യം വരിക എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ ചോദ്യം വ്യക്തമാണ്. വിച്ച് എൻട്രി കണ്ടെയ്ൻസ് ആൻ എറർ എന്ന് പറഞ്ഞൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവില്ല. നിങ്ങൾ ഇവിടെയുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നും നോക്കാതെ പെട്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ചിലപ്പോൾ ആർക്കും കിട്ടത്തില്ല. കാരണം ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലെങ്ങനെ ക്ലിറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ വരാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. ഇതിലെങ്ങനെ ഒരു തെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ചിലപ്പം വരും. അപ്പോൾ ശരി ഉത്തരം C ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നവംബറിൽ ഓൺലി 30 ദിവസമേ ഉള്ളൂ, 31 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സോ വെരി സിമ്പിൾ. അങ്ങനെ നമുക്ക് ഈ ഒരു എക്സ്പ്ലനേഷനിലൂടെയും കൂടി കാര്യത്തിലേക്ക് കടക്കാൻ സാധിക്കും. സോ ഇത് ബാച്ച് 2 ആണ്. ബാച്ച് 1ൻ്റെ കാര്യം മുമ്പോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബാച്ച് 2 PDF ബാച്ച് 2 വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നേരത്തെ നമ്മുടെ ടീമിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് പോകും. നമ്മുടെ ടീമിൻ്റെ വാട്സപ്പിലേക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ഏകദേശം 104 രൂപ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് അയച്ചാൽ ഇവിടെ ഒരു QR കോഡ് ഞാൻ നൽകാം. അതിൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീം തന്നെ ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ തന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് അയച്ചു തരും. സിലബസ് കൂടി നമുക്കൊന്ന് നോക്കാം. സോ ഇതാണ് സിലബസ്. സിലബസിൽ ഇവിടെ 2026 എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം എക്സാം നടക്കാനായിട്ട് പോകുന്നത് 2026 അതുകൊണ്ടാണ്. ഇത് 2024 എൻഡിലേക്ക് വിളിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. 2025 കൂടി ഇതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എക്സാം ആണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അടുത്ത പ്രൊസീജിയർ ആയിട്ടുള്ള സ്കിൽ ടെസ്റ്റ് നടക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഓരോ ഘട്ടങ്ങൾ കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതതിൻ്റെ സിലബസ് ആണ്. അപ്പോൾ നമ്മൾ PDF ആഡ് ചെയ്തിട്ടുള്ള B1 ആണെങ്കിലും ബാച്ച് 1 ആണെങ്കിലും ബാച്ച് 2 ആണെങ്കിലും B2 ആണെങ്കിലും നമ്മൾ PDF ആഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹിന്ദി ഓർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടാണുള്ളത്. അവിടെ അധിക പേര് ഇംഗ്ലീഷ് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. 100 ചോദ്യം ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 20 ചോദ്യമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 20 മാർക്ക് കിട്ടും. അതുപോലെ ജനറൽ ഇൻ്റലിജൻസിനും 20 ചോദ്യമുണ്ട്. 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും. നമ്മളിവിടെ 100 ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മെറ്റീരിയലിൽ. അതുപോലെ മാത്സിൽ 20 ചോദ്യമായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ക്ലിറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ 20 ആയിരിക്കും. പിന്നെ കമ്പ്യൂട്ടർ നോളജിൽ 20 ആയിരിക്കും. ഇവിടെയൊക്കെ നമ്മൾ 100 വെച്ചിട്ടാണ് എല്ലാ PDF ആഡ് ചെയ്തിട്ടുള്ളത്. B1 ആണെങ്കിലും B2 ആണെങ്കിലും. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഏകദേശം 5 സെക്ഷനാണുള്ളത്. അപ്പോൾ 500 ചോദ്യങ്ങളും അതിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ 5000 അല്ല 500 ആണ്. 500 ചോദ്യങ്ങളും അതുപോലെ തന്നെ 500 എക്സ്പ്ലനേഷനും. അങ്ങനെ രണ്ടും വാങ്ങിയാണ് നിങ്ങൾക്ക് 1000ൻ്റെ അടുത്ത് ചോദ്യവും അതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിത് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. 1000 ക്വസ്റ്റ്യൻസ് നിങ്ങളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ് ആയിട്ട് വരും. കാരണം നമ്മൾ മെറ്റീരിയൽ വാങ്ങി പഠിച്ചവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ള കാര്യമാണ്. എങ്ങനെയാണ് കണക്ട് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ടീമിനോട് ആവശ്യമാണ് നിങ്ങൾക്ക് ചോദിക്കുക. അല്ല നിങ്ങൾ മെറ്റീരിയൽ വാങ്ങുമ്പോൾ ആ മെറ്റീരിയലിൻ്റെ തൊട്ട് മുമ്പ് തന്നെ അത് എഴുതിയിട്ടുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. സോ ഇത് ബാച്ച് 1 ആണ് കേട്ടോ. നമ്മൾ ആദ്യം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന PDF ആണ് ഇത്. ഇംഗ്ലീഷ് ജനറൽ നോളജ് നമ്മൾ റീസണിങ് കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും കൃത്യമായിട്ട് തന്നെ എന്തുണ്ട് ഒരു ക്വസ്റ്റ്യൻ കാര്യങ്ങൾ. ഇത് ബേസിക് ലെവലായിരുന്നു. കുറച്ചുകൂടി അഡ്വാൻസ് ലെവലാണ് അടുത്തയിലേക്ക് വരുന്നത്. ആ ഒരു ലെവലിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലെവൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് രണ്ടാമത്തെയും കൂടി വാങ്ങാം. അപ്പോൾ ഇത് നമ്മുടെ ടീമിന് മെസ്സേജ് അയച്ചാൽ മതി. ടീമിന് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ്. സ്റ്റോറിലൂടെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അത് നമുക്കൊന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ സ്റ്റോർ എന്ന് പറയുന്നത്. ഈ സ്റ്റോറിൽ 2 മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. B1 ആഡ് ചെയ്തിട്ടുണ്ട്. B1ന് 91 രൂപയാണ് വരുന്നത്. B2 ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും നിങ്ങൾക്ക് ഇവിടുന്ന് ആഡ് കാർട്ട് കൊടുത്തുകൊണ്ട് വാങ്ങാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടീമിൻ്റെ നമ്പറാണ്, അതിൻ്റെ ലിങ്കാണ് നേരത്തെ കൊടുത്തിട്ടുള്ളത്. ടീമിലൂടെ വാങ്ങുന്നുണ്ട് അങ്ങനെയും വാങ്ങാം, അല്ലെങ്കിൽ ഇതിലൂടെ വാങ്ങുന്നുണ്ട് ഇതിലൂടെയും വാങ്ങാം. നിങ്ങളുടെ താല്പര്യാനുസൃതം വാങ്ങാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് കാർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇപ്പം B1 വേണമെങ്കിൽ B1 ആഡ് കാർട്ട് ചെയ്യുന്നു, എന്നിട്ട് ബൈ നൗ കൊടുക്കുന്നു. രണ്ടും വേണമെന്നുണ്ട് രണ്ടും ആഡ് കാർട്ട് ചെയ്യുന്നു, എന്നിട്ട് ബൈ നൗ കൊടുക്കുന്നു. അല്ല ഒന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ട് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ബൈ നൗ കൊടുത്ത് ആദ്യം
മെയിലും അതുപോലെ ഫോൺ നമ്പർ കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇൻവോയ്സ് ഇതിൽ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങി എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസും കൂടിയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഈ മെറ്റീരിയൽ ലഭിക്കുന്നതുമായിരിക്കും കേട്ടോ. ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോൺ സൂക്ഷിക്കേണ്ടെങ്കിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഈ സൈറ്റിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും, നമ്മുടെ സ്റ്റോറിലും ലഭിക്കുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവർക്ക് വാങ്ങാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടീം ത്രൂ വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ്. ഡയറക്റ്റ്ലി നമ്മുടെ ടീമിന് മെസ്സേജ് അയച്ചാൽ കൂടുതൽ എൻക്വയറി ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് വാങ്ങാനും സാധിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടുതൽ മെറ്റീരിയൽ ആവശ്യമാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട.